നമസ്കാരം. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാർട്ട് ഫസ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഗ്ലിംസസ് ഓഫ് ഗ്രീനിൽ 2 പ്രോസ് വർക്കുകളും ഒരു പോയമാണുള്ളത്. അതിലെ ഫസ്റ്റ് ലെസണായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ 19 May 1934. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ചെറുകഥ എഴുതിയത് റസ്കിൻ ബോണ്ടാണ്. അദ്ദേഹം ജനിക്കുന്നത് 19 May 1934. ഹി ഈസ് ആൻ ഇന്ത്യൻ ഓതർ. അറ്റ് എ ടൈം ഹി വാസ് എ ബ്രിട്ടീഷ് ഡിസെൻറ്റ് ഓൾസോ. അദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണെങ്കിലും ബ്രിട്ടീഷ് വംശജനായിരുന്നു. ഹി മെയിൻലി ഫോക്കസ്ഡ് ഹിസ് വർക്ക്സ് ഫോർ ചിൽഡ്രൻ, അതായത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന സാഹിത്യകൃതികളും നോവലുകളും ചെറുകഥകളുമായിരുന്നു അദ്ദേഹം കൂടുതലായി എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവലാണ് ദ റൂം ഓൺ ദ റൂഫ്. അതിനുശേഷം വരുന്നതാണ് ദ ആംഗ്രി റിവർ, അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ. ഹി വാസ് അവാർഡഡ് പത്മശ്രീ ഇൻ 1999 ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017. അദ്ദേഹത്തിന് 1999 പത്മശ്രീയും 2017 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും നൽകി ആദരിച്ചിരുന്നു. ഇൻട്രൊഡക്ഷൻ നോക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. പ്രകൃതി എന്നാൽ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യൻ എന്നും യോജിപ്പോടുകൂടിയും ഐക്യത്തോടുകൂടിയും വേണം പ്രകൃതിയെ കാണുവാൻ. ബീങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതി എന്നും മനുഷ്യനിൽ ആകർഷണം അല്ലെങ്കിൽ മനമയക്കുന്ന പ്രവണത ഉണ്ടാക്കുന്നു. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് ബോയ് ഹു എൻജോയ്സ് നേച്ചർ വെൻ ഹി വാസ് എ ചൈൽഡ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ പ്രകൃതിയെ ആസ്വദിക്കുന്ന റസ്കിൻ ബോണ്ടിൻ്റെ കഥയാണ് നമ്മൾ ഇതിൽ വായിക്കുന്നത്. ദ ബോയ് സ്പെൻഡ് ഹിസ് വെക്കേഷൻ ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ഡെഹ്റ അണ്ടർ ദ വാലി ഓഫ് ഫുട്ട് ഓഫ് ഹിമാലയസ്. ഈ കുട്ടി അവൻ്റെ അവധിക്കാലം മുത്തശ്ശൻ്റെ വീട്ടിൽ ചിലവഴിക്കുകയാണ്. ആ വീട് ഇന്ത്യയിലെ ഡെഹ്റ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയൻ താഴ്വരകളുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. പാഠം വായിക്കാം. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈം ഇറ്റ്. ഇന്ത്യയിലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വീടും പറമ്പും എൻ്റെ മുത്തച്ഛൻ്റെ അധികാരത്തിൽ പെട്ടതാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്രൗഢഗംഭീരമാർന്ന ആൽമരം എൻ്റേതായിരുന്നു. അങ്ങനെ പറയുവാൻ ഒരു കാരണമുണ്ട്. 65 വയസ്സ് പൂർത്തിയാക്കിയ മുത്തച്ഛന് ആ മരം കയറാൻ സാധിക്കില്ലായിരുന്നു. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. മരം കയറാൻ കഴിയുന്നില്ല എന്ന പേരിൽ മുത്തശ്ശനെ പരിഹസിക്കുമായിരുന്നു. കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ടിൻ്റെ പേരിൽ ആയിരുന്നു കളിയാക്കൽ. കൗണ്ടസ് 117 വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് ഫ്യൂഡൽ ലേഡിയായിരുന്നു അവർ. പ്രഭ എന്ന മലയാളത്തിൽ പറയിൽ. 117 വയസ്സിൽ ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ അതിൽ നിന്ന് വീണ് അവർ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ കാലം അവർ ഒരു പക്ഷേ ജീവിക്കുമായിരുന്നു. The spreading branches of the banyan tree which curved to the ground and it took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of Himalayas. പടർന്ന് പിടിച്ച ശിഖരങ്ങളും ഭൂമിയിലേക്ക് തന്നെ വളഞ്ഞ് വീണ്ടും വളർന്ന് വേര് പിടിച്ച് സങ്കീർണമായ കമാന ആകൃതികളിൽ തീർത്തു നിൽക്കുന്ന ആ വലിയ ആൽമരം എനിക്ക് അന്ത്യമില്ലാത്ത ആഹ്ലാദം നൽകിയിരുന്നു. ആ മരം ഞങ്ങളുടെ വീടിനേക്കാളും മുത്തച്ഛനേക്കാളും പ്രായക്കൂടുതൽ ഉള്ളതായിരുന്നു. ഹിമാലയ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റ പട്ടണത്തെക്കാളും പഴക്കം ആ മരത്തിന് ഉണ്ടായിരുന്നു.
My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy, but when he found that I did not arm myself with a catapult or air gun, he became friendlier. എൻ്റെ ആദ്യ സുഹൃത്ത് ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു. അവൻ അവൻ്റെ മുതുക് ആർച്ച് ഷേപ്പിൽ വളച്ച് പിടിച്ച് അന്തരീക്ഷത്തിൽ നിന്നും മണം പിടിക്കും പോലെ ശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയതിൻ്റെ രോഷം എന്നോട് പ്രകടിപ്പിക്കുന്നതായിരുന്നു ആദ്യ പെരുമാറ്റം. എന്നാൽ എൻ്റെ കയ്യിൽ ആയുധങ്ങളായ കറ്റാപ്പുൾട്ട് അഥവാ കവണ അല്ലെങ്കിൽ എയർ ഗൺ പോലുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ എന്നോട് കൂടുതൽ സൗഹൃദത്തിലായി. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ നൽകിയപ്പോൾ എന്നോട് അടുക്കാൻ അവൻ കൂടുതൽ ധൈര്യം കാട്ടുകയും എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷണം കഴിക്കും വിധം സൗഹൃദത്തിൽ ആകുകയും ചെയ്തു. Before long, he was delving into my pockets and helping himself to whatever he could find. He was very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. കൂടുതൽ കാലം കഴിയും മുമ്പ്, അതായത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ എൻ്റെ പോക്കറ്റിൽ കയറി തിരയാനും കാണുന്നതെല്ലാം ഭക്ഷിക്കാനും തുടങ്ങി. ഡെൽവിങ് എന്നാൽ തിരയുക. അവൻ തീരെ ചെറിയ ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ഞാൻ എന്ന മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെക്കുറിച്ച് കരുതിയിരിക്കാം, ഒന്നെങ്കിൽ അവനൊരു വിഡ്ഢി അല്ലെങ്കിൽ ഒരു അഹങ്കാരി എന്ന്. ഹെഡ്സ്ട്രോങ് എന്നാൽ അഹങ്കാരി. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. വസന്തകാലമായി കഴിഞ്ഞാൽ ആ മരത്തിൽ പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും മരച്ചില്ലകളിൽ വന്ന് കൂടും. ചുവപ്പ് നിറത്തിലുള്ള ബുൾബുൾ പക്ഷി ആഹ്ലാദവതിയും ഭക്ഷണത്തോട് ആർത്തിയുള്ളവളുമായിരുന്നു. പലപ്പോഴും കലപില കൂട്ടുന്ന പാസ്റ്റർ പക്ഷികൾ, കാക്കകൾ, തത്തകൾ എല്ലാവരും എപ്പോഴും ശബ്ദ കോലാഹലം ഉണ്ടാക്കും. പഴക്കാലം എത്തിയാൽ ആ പ്രദേശത്തെ ഏറ്റവും ബഹളമയമാർന്ന സ്ഥലം ആൽമരം തന്നെയാണ്. Half away up the tree, I had built a small platform on which I would often spend the afternoons when it was too hot. I could read there, propping myself up against the bole of the tree with cushions taken away from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of a very mixed reading. മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാനൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഏർമാടം പണിതിരുന്നു. ചൂട് കുറഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരുന്ന് സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് എടുത്ത തലയിണ മരത്തിലേക്ക് ചാരി വെച്ച് ഞാൻ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻസ്, മൗഗ്ലി സ്റ്റോറീസ്, എഡ്ഗർ റൈസിൻ്റെ നോവലുകൾ, ലൂയിസ മേ ആൽക്കോട്ട്, ഇതെല്ലാം എൻ്റെ വൈവിധ്യങ്ങളായ പുസ്തക ശേഖരങ്ങൾ ആയിരുന്നു. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing,
at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds, which insisted on springing up all over his very English garden. Usually, nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. വായനയിൽ താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇലകൾക്കിടയിലൂടെ കാഴ്ചകൾ കാണുന്നത് പതിവായിരുന്നു. മുത്തശ്ശി തുണികൾ അലക്കി വിരിക്കുന്നതും എടുക്കുന്നതും, പാചകക്കാർ പഴം പച്ചക്കറി കച്ചവടക്കാരുമായി തർക്കിക്കുന്നതും, മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് മോഡൽഡ് ഗാർഡനിൽ വാശിയിലെന്ന പോലെ വളർത്തുന്ന ഇന്ത്യൻ മാരിഗോൾഡ് അഥവാ ജമന്തി ചെടികളോട് പിറുപിറുത്ത് പരാതിപ്പെടുന്നതും എല്ലാം എനിക്ക് കാണാമായിരുന്നു. അത്ര ആവേശമേറിയ സംഭവങ്ങൾ ഒന്നും തന്നെ സാധാരണ അവിടെ ഉണ്ടായില്ല. എന്നാൽ വേനലവധിക്കാലം മുഴുവൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ തക്കവിധം ആവേശജലമായ ഒരു സംഭവം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അവിടെ നടന്നു. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർഖൻ പാമ്പും മരണം വരെ പോരാടിയത് ഞാൻ അവർക്ക് മുകളിലെ മരത്തിലിരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. It was an April afternoon, and the warm breezes of the approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അതൊരു ഏപ്രിൽ മാസത്തിലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അടുത്തുകൊണ്ട് ഇരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുകാറ്റ് കാരണം മുത്തശ്ശനടക്കം എല്ലാവരും വീടിനുള്ളിൽ ആയിരുന്നു. എനിക്കും നല്ല ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. വീടിൻ്റെ പിറകിലെ കുളത്തിൽ പോയി നീന്തിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് കള്ളിമുൾ ചെടി കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ മൂർഖൻ പാമ്പ് പുറത്തേക്കിഴിഞ്ഞ് വന്ന് ഗാർഡനിലെ തണുപ്പുള്ള പ്രദേശം ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഞാൻ കണ്ടത്. അതേസമയം തന്നെ ചെടികൾക്കിടയിൽ നിന്ന് ഒരു കീരിയും പ്രത്യക്ഷപ്പെട്ട് പാമ്പിനെ ആക്രമിക്കാൻ എന്ന പോലെ ഇറങ്ങി വന്നു. ആ കീരിയെ പല പ്രാവശ്യം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. In a clearing beneath the tree, in bright sunshine, they came face to face. ഞാൻ ഇരിക്കുന്ന മരത്തിന് തൊട്ട് താഴെ തുറസായ ഒരു സ്ഥലത്ത് നല്ല വെയിലിൽ അവർ ഇരുവരും കണ്ടുമുട്ടി. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ആ മൂർഖന് അറിയാമായിരുന്നു കീരി നല്ല ആക്രമണ സ്വഭാവമുള്ള തന്ത്രശാലിയായ മികച്ച ഒരു പോരാളിയാണെന്ന്. എന്നാൽ മൂർഖനും ഒട്ടും മോശമല്ലാത്ത കഴിവും പരിചയവുമുള്ള നല്ലൊരു പോരാളി തന്നെ. മിന്നൽ വേഗത്തിൽ ചലിച്ച് ശത്രുവിനെ കൊത്താൻ അവന് കഴിയും. അവൻ്റെ കൂർത്ത വിഷപ്പല്ലുകൾക്ക് പിറകിലെ അറയിൽ മാരകമായ വിഷം നിറഞ്ഞിരിക്കുകയാണ്. It was to be a battle of champions. ഏതായാലും ഇതൊരു വീരശൂര പോരാളികളുടെ പോരാട്ടം തന്നെയാകും, ഞാൻ ചിന്തിച്ചു. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. ധാർഷ്ട്യം ചീറ്റിക്കൊണ്ട്
തൻ്റെ രണ്ടായി ധാഷ്ട്യം, ഡിഫൈൻസ് എന്നാൽ ധാഷ്ട്യം ചീറ്റിക്കൊണ്ട് തൻ്റെ രണ്ടായി പിളർന്ന നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇട്ടുകൊണ്ട് 6 അടി ശരീരത്തിൻ്റെ 3 അടിയും തറയിൽ നിന്നും ഉയർത്തി പത്തി വിടർത്തി മൂർഖൻ അങ്ങനെ നിന്നു. കീരിയും അവൻ്റെ വാലിലെ രോമം എല്ലാം വിടർത്തിക്കൊണ്ട് തൻ്റെ മുതുകത്ത് കട്ടിയുള്ള രോമം എല്ലാം എഴുന്നേറ്റ് നിൽപ്പിച്ചുകൊണ്ട് അവനും തയ്യാറായി നിന്നു. മുൻപ് പലവട്ടം ഈ രോമങ്ങൾ തന്നെയാണ് കീരിയെ മാരകമായേക്കാവുന്ന പാമ്പുകടിയിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. Spectators എന്ന കാഴ്ചക്കാർ. One was a myna and the other a jungle crow, not the willy urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. മരത്തിന് മുകളിലെ എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഈ 2 പോരാളികൾക്കും അറിവില്ലെങ്കിലും, അതായത് ഞാൻ അവിടെ ഉണ്ടെന്ന് ഈ കീരിക്കും പാമ്പിനും അറിയില്ലായിരുന്നു. പക്ഷേ മറ്റ് 2 കാഴ്ചക്കാരെക്കുറിച്ച് അവർ ബോധവാന്മാരായി. മറ്റ് 2 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഒരു മൈനയും മറ്റേത് ഒരു കാട്ടുകാക്കയുമായിരുന്നു. ആ കാട്ടുകാക്ക പട്ടണങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്ത്രശാലിയായ ഒരു കാക്ക ആയിരുന്നില്ല. ഈ ഒരു പോരാട്ടത്തിനുള്ള ഒരുക്കം അവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരഫലം എന്താകുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു മുൾച്ചെടിക്ക് മുകളിൽ അവർ കാത്തിരുന്നു. അവർ വെറും കാഴ്ചക്കാർ മാത്രമായി നിന്നിരുന്നുവെങ്കിൽ അത് ആകുമായിരുന്നു 2 പേർക്കും നല്ലത്. ദ കോബ്ര stood on the defensive എന്നാൽ പ്രതിരോധിക്കുക, resistant, swaying slowly from the side to side, trying to mesmerize the mongoose into marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. Opponent's glassy, തിളക്കമാർന്ന, unwinking, ഇമചിമ്മാത്ത കണ്ണുകൾ. മൂർഖൻ പ്രതിരോധത്തിൽ നിലകൊണ്ടു. ഡിഫെൻസീവ്, പ്രതിരോധം. കീരിയെ കൊണ്ട് തെറ്റായ മുന്നേറ്റം നടത്താൻ പ്രേരിപ്പിക്കും വിധം പാമ്പ് ഒരു വശത്തിൽ നിന്നും മറ്റൊരു വശത്തേക്ക് എന്നിങ്ങനെ ചലിച്ചു നിൽക്കുവാൻ ആരംഭിച്ചു. പക്ഷേ തൻ്റെ എതിരാളിയുടെ തിളക്കമാർന്നതും ഇമചിമ്മാത്തതുമായിട്ടുള്ള കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് കീരിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കീരി മൂർഖൻ്റെ കണ്ണുകളിലേക്കുള്ള നോട്ടം ഒഴിവാക്കി. Instead, he fixed his gaze എന്നാൽ നോട്ടം at a point just below the cobra's hood and opened the attack. പകരം പാമ്പിൻ്റെ പത്തിക്ക് തൊട്ട് താഴെ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് കീരി ആക്രമണം തുടങ്ങി. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately, the cobra nothing could save the mongoose, but the little fellow jumped neatly to one side and the darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. മൂർഖൻ്റെ പിടിയിൽ എത്തും വരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കീരി പെട്ടെന്നൊരു വശത്തേക്ക് ഒരു വ്യാജ നീക്കം നടത്തി. പാമ്പിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധം ഒരു തെറ്റായ ചതിനീക്കം കീരി നടത്തി. ഉടനെ പാമ്പ് ആഞ്ഞുകൊത്തി. പാമ്പിൻ്റെ വിടർത്തിയ പത്തി അതിവേഗത്തിൽ താഴ്ന്നത് കണ്ട് ഇനി ഈ കീരിയെ ഒരു ശക്തിക്കും രക്ഷിക്കാനാകില്ല എന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷേ അവൻ ഒരു വശത്തേക്ക് തെന്നി മാറുകയും അതേ വേഗത്തിൽ തിരിച്ച് പാമ്പിൻ്റെ പുറത്തേക്ക് ചാടി വീണ് കടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു.